മടിയിൽ ഖനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ. പിന്നെ എന്ത് പറ്റി ഇന്നലെ CPM-കാർക്ക് ഹാലിളകാൻ? എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? അതെന്തോ ആയിക്കോട്ടെ. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ തന്റെ ഇടത്തോടുകൂടി ഈടിയുടെ മുമ്പിൽ നിൽക്കുകയല്ലേ വേണ്ടത്. അതിന് പോലെ ഇന്നലെ കേരളത്തിൽ കാണിച്ച അഴിഞ്ഞാട്ടം പശ്ചിമ ബംഗാളിൽ ഇതേ രീതിയിൽ നേരിടാൻ ശ്രമിച്ചു. ഇപ്പൊ അവസ്ഥ എന്തായി? ഇന്നത്തെ രാഷ്ട്രീയം മാറി. എന്നത്തെ പോലാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ ത്യാഗത്തിന്റെയും ഉള്ള സ്പേസ് ഒന്നും ഇന്നില്ല. അങ്ങനെയുള്ള മനോഭാവമായി പ്രത്യേകിച്ച് സ്വാതന്ത്ര്യാനന്തര തലമുറയിൽ വളർന്നവർ കണ്ടു പഠിച്ചത്, കണ്ടു വളർന്നതും അവരുടെ പൂർവികന്മാർ ജീവിതം ഒഴിഞ്ഞു വെച്ച് പ്രസ്ഥാനത്തിന് വേണ്ടി നാടിനു വേണ്ടി പ്രവർത്തിച്ച അവസാനം മക്കൾക്കൊന്നുമില്ലാത്ത അവസ്ഥ ഒരുപാട് കുടുംബങ്ങൾക്കുണ്ടായതുകൊണ്ട് തന്നെ അതിൽ നിന്ന് അകന്നുപോയി. പക്ഷേ നമുക്ക് മനസ്സിലൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായി. നമ്മൾ ആർക്കു വേണ്ടി നിൽക്കുന്നു? ഇന്നിപ്പോ അധികാരമുണ്ട് നമുക്ക് പ്രസ്ഥാനം. അധികാരം ആർക്കു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലേക്ക് ചോദ്യം. അധികാരം ആർക്കു വേണ്ടി വിനിയോഗിക്കുന്നു എന്നുള്ളത് ഈ നാട്ടിലെ സാധാരണക്കാരുടെ ഒരു വിഷയം പരിഹരിക്കാൻ വേണ്ടി ആ അധികാരം ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ പ്രസ്ഥാനത്തിലേക്ക് ആകുന്നു. അതല്ല എങ്കിൽ അധികാരത്തിന്റെ ശീതളശാലയിൽ നിന്നുകൊണ്ട് അതിന്റെ സുഖലോലുപത എല്ലാം അനുഭവിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ RSPയുടെ നേതൃത്വം എത്തുകയാണെങ്കിൽ നമുക്ക് 5 വർഷം കഴിയുമ്പോൾ വീണ്ടും ഭാഗ്യം എങ്ങോട്ട് തിരിയുന്നു എന്ന് കാത്തിരിക്കേണ്ടി വരും. അതിന് 2 തവണ ഭാഗ്യം തുളച്ചില്ല, പോയി. പക്ഷെ അടുത്ത തവണ അതല്ല. ഭാഗ്യമല്ല RSP തേടി പോകുന്നത്. RSPയുടെ കരുത്ത്, സംഘടനാപരമായ കരുത്തുകൊണ്ട് നമുക്കിനിയും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പ് ആവർത്തിക്കാൻ നോക്കണം. ഇതായിരിക്കണം ഓരോ RSPക്കാരന്റെ മനസ്സ്. രാഷ്ട്രീയമായി അനുകൂലമായി പോവുകയല്ലേ കേരള രാഷ്ട്രീയം? ഞാനിന്ന് ആലോചിച്ചപ്പോൾ 10 ദിവസമായതേ ഉള്ളൂ ഒരു ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്യും. ഈ 10 ദിവസത്തിനിടയിൽ കേരളത്തിൽ എത്ര സമരമാണ്? മിനിയാന്നല്ല 4 വയനാട് ആനയുടെ ആക്രമണത്തിൽ സ്ത്രീ മരിച്ചു. ഈ 10 വർഷം അനങ്ങാതിരുന്നവര് മിനിയാൻ അവിടെ ഹർത്താലും ബോറും ഒക്കെ ആയിട്ട് ഇറങ്ങിയില്ല. അവിടുത്തെ CPM-കാർ നാണമില്ലേ? രാഷ്ട്രീയം ജനം വീക്ഷിച്ചു. എല്ലാ ദിവസവും അതിനു മുമ്പ് അവിടെ MV ഗോവിന്ദൻ പോയി സന്ദർശിച്ചത് 13 തവണയോ 14 തവണയോ കുടിയൊഴിപ്പിക്കാൻ അവരുടെ ഗവൺമെന്റ് തീരുമാനിച്ച കോടതി നിർദ്ദേശം വന്ന അവസാനം ഇപ്പോൾ അതിന്റെ വക്കിലേക്ക് വന്നപ്പോൾ MV ഗോവിന്ദൻ പോയി നിൽക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് ജനമെന്താ? ഈ നാട്ടിലെ ജനം വിട്ടികളാണ്. നമുക്ക് അതിനെ കുറിച്ച് ആശങ്കയില്ല. പക്ഷെ ഞാൻ ആശങ്കപ്പെടുന്നത് എന്താണ്? CPM തെറ്റുകൾ തിരുത്തണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാനടക്കമുള്ള. കാരണം CPM-യുടെ തകരുകയും ആ സ്പേസിലേക്ക് BJP വളരുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിന് ഗുണകരമല്ല എന്ന് തന്നെ വിശ്വസിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുമ്പോൾ വസ്തുതാപരമായി വിലയിരുത്തുന്ന ഏത് വ്യക്തിക്കും കാണാൻ സാധിക്കും, ചാത്തന്നൂർ BJP ജയിച്ചെങ്കിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലെ കുത്തൊഴുക്ക് BJP-യിലേക്ക് പോയതുകൊണ്ട് മാത്രമല്ലേ അങ്ങനൊരു വിജയമുണ്ടായത്? കഴക്കൂട്ടം എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ തിരുവനന്തപുരം രാഷ്ട്രീയം വീക്ഷിക്കുന്നവരെല്ലാം പറഞ്ഞു ഇനിയും കടകംപള്ളിക്ക് കുഴപ്പമില്ല, കാരണം അല്ല ഇനിയുള്ളത് CPM ഏറെയാണ്ടാവും. ഇനി എന്നാണുള്ളതില്ല CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളാണ് അന്ന് കടകംപള്ളി ജയിക്കുന്നത്. അവസാനം CPM-ന്റെ ശക്തി കേന്ദ്രങ്ങൾ എണ്ണിയപ്പോഴാണ് കടകംപള്ളി പോയത്. ഇതെല്ലാം വ്യക്തമാക്കുന്നതല്ല. ഇതെല്ലാം വ്യക്തമാക്കുന്നത് ഒരു മടിയുമില്ലാതെ CPM-ൽ നിന്ന് ആൾക്കാര് BJP-യിലേക്ക് പോകുന്നു. അതിലൊരു മടിയും അവരുടെ കേഡറിനുണ്ടാകുന്നില്ല. അത് ആപൽക്കരമല്ലേ? ഒരു ഇടതുപക്ഷ പ്രസ്ഥാനം, കോൺഗ്രസ് ഒരു ജനാധിപത്യ പ്രസ്ഥാനത്തിൽ നിന്ന് പോവുകയാണെങ്കിൽ നമുക്ക് പിന്നെ മനസ്സിലാക്കാം, യോജിക്കാൻ പറ്റത്തില്ലെങ്കിലും മനസ്സിലാക്കാം. CPM പോലൊരു പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ച ഒരു കേഡറുള്ള ഒരു പാർട്ടിയിൽ നിന്ന് ഒരു മടിയും കൂടാതെ താമരയിലേക്ക് പോകാൻ തയ്യാറാകുന്നുവെന്നെങ്കിൽ CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഗുരുതരമായ അപജയം എപ്പോഴൊക്കെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ അന്നൊക്കെ ചൂണ്ടിക്കാണിച്ചതാണ്. നമ്മളടക്കം എല്ലാവരും ചൂണ്ടിക്കാണിച്ചു.
പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോഴെങ്കിലും CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ആത്മപരിശോധന നടത്തുകയും ആ ആത്മപരിശോധനയ്ക്ക് അനുസരിച്ചുള്ള തെറ്റുതിരുത്തലുമായി പോവുകയും ചെയ്യും. ഇവര് പറയുന്നത് എന്താണെന്ന് ആർക്കും മനസ്സിലാവും. ആദ്യത്തെ ദിവസം മുതൽ ഒരു ജനാധിപത്യ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള 1 വർഷം സാധാരണ ഏതൊരു ഗവൺമെന്റിന് സമയം കൊടുക്കും. അതാണല്ലോ ജനാധിപത്യം അനുശാസിക്കുന്നത്. ഇത് ആദ്യ ദിവസം മുതൽ എന്താണ് പറയുന്നത്, അധികാരമില്ലാത്തത് അവരുടെ വല്ലാതെ അവരുടെ സമനില, മാനസിക സമനില തെറ്റിച്ചു എന്ന് തോന്നുന്നു. ഓരോരുത്തരുടെ പ്രതികരണമുണ്ട്. ഇനിയുമെങ്കിലും ഒരു പരിശോധന നടത്തുക. ഇന്നലെ ഉണ്ടായ സംഭവം, സഖാവ് പിണറായി വിജയന്റെ വീട്ടിലേക്ക് നടന്ന ED റെയ്ഡ്, ഞാൻ അതിനോട് യോജിക്കുന്നില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം EDയെ രാഷ്ട്രീയ ഉപകരണമായി മാറ്റിയിട്ട് എത്രയോ പതിറ്റാണ്ടുകളായി, എത്രയോ വർഷങ്ങളായി അവർ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാൻ വേണ്ടി തന്നെ ഉപയോഗിക്കുന്ന ഒരു ഓർഗനൈസേഷനായി ED മാറിയിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. RSP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിനെ ശക്തമായി അപലപിക്കുന്നു. രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആണ് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇത്രയും കാലം ചെയ്തത്, ആണ് കേരളത്തിൽ ആവർത്തിക്കുന്നത് എങ്കിൽ അതിനെ ശക്തമായി അപലപിക്കുന്നു. ഒരു തർക്കവുമില്ല. പക്ഷെ വേറെ ഒരു കാര്യം പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഈ ഒക്കെ ചങ്ങാതിമാര് പിണങ്ങുമ്പോഴാണല്ലോ വാശി കൂടുന്നത്. ഏത് വിഷയത്തിലായിരുന്നു നമ്മൾ പിണങ്ങിയത് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് എന്ന് ആലോചിച്ചിട്ട് മറുപടി വരും. മാത്രവുമല്ല, അതെന്തോ ആയിക്കോട്ടെ, CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ഒന്നും മറയ്ക്കാനില്ലെങ്കിൽ തന്റെ ഇടത്തോടുകൂടി EDയുടെ മുമ്പിൽ നിൽക്കുകയല്ലേ വേണ്ടത്. അതിനുപോലെ ഇന്നലെ കേരളത്തിൽ കാണിച്ച അഴിഞ്ഞാട്ടം, ഇന്നലെ CPMന്റെ കേഡർ എന്ന പേരിൽ കേരളത്തിൽ നടത്തിയ അഴിഞ്ഞാട്ടം, അതാണ് സംശയം ജനിപ്പിക്കുന്നത്. ED അന്വേഷിക്കട്ടെ. പണ്ട് തന്നെ പിണറായി വിജയന്റെ പ്രസിദ്ധമായ പദപ്രയോഗമായിരുന്നല്ലോ കോവിഡ് സമയത്ത് അദ്ദേഹം നടത്തിയ പദപ്രയോഗം, മടിയിൽ ഖനമുള്ളവനെ വഴിയിൽ പേടിയുള്ളൂ. പിന്നെ എന്ത് പറ്റി ഇന്നലെ CPMകാർക്ക് ഹാലളകാൻ? എന്തെങ്കിലും മറച്ചു വെക്കാനുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ നേരിടാൻ സാധിക്കുമോ? മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ഇതേ രീതിയിൽ നേരിടാൻ ശ്രമിച്ചു. ഇപ്പൊ അവസ്ഥ എന്തായി? ഈ നിലപാടുകൾ സ്വീകരിക്കുന്നത് CPM പാഠങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, തെറ്റുകൾ തിരുത്താൻ തയ്യാറാകുന്നില്ല. അവർ ജനങ്ങളിൽ നിന്ന് എത്രയോ അകന്നുപോയി. അത് കഴിഞ്ഞ് പിണറായി വിജയൻ തിരുവനന്തപുരത്തെത്തി. ഉന്നത ഉദ്യോഗസ്ഥന് നിർദ്ദേശം കൊടുത്തു, തിരുവനന്തപുരം പട്ടണത്തിൽ 21 വീടുകൾ വാടകയ്ക്കെടുക്കുക, മന്ത്രിമാർക്ക് താമസിക്കാൻ. നിലവിലുള്ള മന്ത്രിമാരുടെ 21 വീടും പുതുക്കി പണിയാൻ തീരുമാനിച്ചു. ക്ലിഫ് ഹൌസിന്റെ എസ്റ്റിമേറ്റ് എന്താണെന്നറിയാം? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തയ്യാറാക്കി വെച്ചേക്കുന്ന ക്ലിഫ് ഹൌസ് പുതുക്കി പണിയാൻ 30 കോടി രൂപ. അത് പണി ഒത്തിരിയുണ്ട്. അത് വേറെ കാര്യം. ഞാനിപ്പോ തെരഞ്ഞെടുത്ത വീടും സാർ താമസിക്കുന്ന SND എന്ന് പറഞ്ഞ വീടും താമസിക്കണമെങ്കിൽ 2-3 മാസം കഴിയും. അത് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ടാർപോളിൽ കെട്ടി വെച്ചേക്കും ഓടിന്റെ പുറത്ത്, മഴവെള്ളം താഴോട്ട് വീഴായിരിക്കും. അങ്ങനെ നോക്കിയ ഞാൻ അതുമല്ല, തുകയിലുമല്ല ഞാൻ വന്നത്. പിണറായി വിജയൻ ജനങ്ങളിൽ നിന്ന് എത്രയോ അകന്നു എന്നുള്ളതിന്റെ തെളിവാണ് പോളിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു അദ്ദേഹം വീണ്ടും മുഖ്യമന്ത്രിയാകും. അന്നേരം പറയുകയാണ് 21 വീടും പുതിയ വാടകയ്ക്ക് എടുത്തോളാൻ. റിസൾട്ട് പോലും കാത്തു നിൽക്കാൻ പറയുക. അങ്ങനെ ജനങ്ങളിൽ നിന്ന് അകന്ന ഒരു ഭരണ സംവിധാനം വീണ്ടും ജനങ്ങളിലേക്ക് അടുക്കാനുള്ള അവസരമായി തെരഞ്ഞെടുപ്പ് പരാജയത്തെ വിലയിരുത്താതെ അതേ രീതിയിൽ മുഷ്ക് കാണിച്ചുകൊണ്ട് ഇന്നലെ ED റെയ്ഡ്, പിണറായി വിജയൻ കുറ്റം പറയുന്നത് രാഹുൽ ഗാന്ധി. ഇങ്ങനൊരു മനുഷ്യൻ പിണറായി വിജയന്റെ പ്രസ്താവനയിൽ എന്നിട്ടും മോഡി എന്നൊരു വാക്ക് പറയുന്നില്ല. അതല്ലേ മനസ്സിലാകുന്നത്? അന്നേരവും മോഡിയെ തൃപ്തിപ്പെടുത്താൻ രാഹുൽ ഗാന്ധിയുടെ പേര് വലിച്ചെടുക്കുന്നവർക്ക് മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ചർച്ച ചെയ്യുന്നു.
ഞാൻ ദീർഘമായി മറ്റൊന്നിലേക്കും കടക്കുന്നില്ല. ഈ പ്രവണതകൾ നിലനിൽക്കുമ്പോൾ ബിജെപിയിലേക്ക് പോകാൻ മടിയില്ലാതെ സിപിഎമ്മിന്റെ ഒരു വിഭാഗം നിൽക്കുമ്പോൾ സിപിഎമ്മിന് നല്ലൊരു കേടുണ്ടായിരുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ രണ്ട് മുന്നണികൾ തമ്മിലുള്ള വോട്ടിന്റെ വ്യത്യാസം 19 ലക്ഷത്തിലേറെയാണെന്ന് നിങ്ങൾ ആലോചിക്കണം. അതിൽ നമ്മുടെ സ്വതന്ത്രർക്ക് കിട്ടിയ വോട്ടുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ 21 ലക്ഷത്തോളം വരും. കേരള ചരിത്രത്തിൽ അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല. 21 ലക്ഷത്തിന്റെ വ്യത്യാസം ഐക്യ ജനാധിപത്യ മുന്നണിക്കുണ്ടെങ്കിൽ അതിൽ നല്ലൊരു ശതമാനം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ ഈ പറഞ്ഞ പോലെ നാട് നന്നാകണമെന്ന് ആത്മാർത്ഥമായി വിശ്വസിച്ച കമ്മ്യൂണിസ്റ്റുകൾ നമുക്ക് വോട്ട് ചെയ്തു. നമ്മളും നമ്മുടേതായിട്ടുള്ള വിസ്മയം തീർത്തു. സിപിഎമ്മിന്റെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും ഉന്നതനായ ഒരു വ്യക്തി, എനിക്കറിയാവുന്ന ഒരു ഇടത് സഹയാത്രികരോട് പറഞ്ഞത് അവർ ചെയ്തതായിരുന്നു ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക്. പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണനെ നിർത്താൻ അവരുടെ തീരുമാനമായിരുന്നു ഏറ്റവും വലിയ സർജിക്കൽ സ്ട്രൈക്ക്. അതാണ് മറ്റുള്ളവർക്കും ആ പാതയിലേക്ക് പോകാൻ മറ്റുള്ളവരെ പ്രേരിപ്പിച്ചത് എന്നാണ് അവർ വിലയിരുത്തിയത്. പിണറായി വിജയനായിരിക്കത്തില്ല പിണറായി വിജയൻ അങ്ങനെ വിലയിരുത്തിയിട്ടില്ല. കാരണം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശ സഖാവ് സത്യപ്രതിജ്ഞ ചെയ്ത് ബാക്കി എല്ലാവർക്കും കൈയെടുത്തു. ഉദ്ദേശ സഖാവ് അങ്ങോട്ട് ഏതാ പുള്ളി കൈയെടുത്തില്ല, കൈയെന്ന് മുക്കി കാലത്തില്ല, ബാക്കി എല്ലാവർക്കും കൈയെടുത്തു. എന്നാൽ ഇപ്പോഴും സ്വാഭാവികമായി ആ സർജിക്കൽ സ്ട്രൈക്കിൽ അദ്ദേഹം വിലയിരുത്തിയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പ്രതികരിച്ചു. ഞാൻ പറഞ്ഞു വന്നത് അതല്ല. ആ നിലയിലേക്ക് സഖാവ് കുഞ്ഞികൃഷ്ണനെ അല്ലെങ്കിൽ പോലൊരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനെ സ്വതന്ത്രനാക്കി മാറ്റാൻ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിച്ചെങ്കിൽ, ഇവിടെ ഹസ്കർ അടക്കം നിരവധി പേരെ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചെങ്കിൽ, ഇനിയും അതേ നിലയിലേക്ക് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥ ഇടതുപക്ഷ വിശ്വാസികൾക്ക് ആശ്രയിക്കാനുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം ഇടതുപക്ഷ പ്രസ്ഥാനം RSP ആണ് ഇന്ന് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് ബോധ്യപ്പെടുത്തണം.